നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. അടുത്തായിട്ട് ഭരണി നാളുകാരുടേത് പരിശോധിക്കാം. ഇവർക്കും ഗുണഫലങ്ങൾ അധികരിച്ച് നിൽക്കുന്ന ഒരു മാസമാണ്. ജീവിതത്തിലെ പലവിധത്തിൽ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾക്ക് അടിത്തറ പാകുന്നതിന് സാധിക്കും. ജീവിത സുഖവർദ്ധനയുണ്ടാകും. സ്വന്തം കഴിവുകൊണ്ട് കാര്യങ്ങൾ സാധിക്കുന്ന കാലം കൂടിയാണ് ഇവർക്ക്. തൊഴിലുമായി ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രകൾ ഇവർക്ക് വേണ്ടി വന്നേക്കാം. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുക, മനസ്സിനിണങ്ങിയ ചില പുതിയ വസ്ത്രം, ആഭരണം ഇവ വാങ്ങുക മുതലായവയൊക്കെ ഇവർക്ക് ഫലത്തിൽ വരുന്നതാണ്. ഈ നാളിൽ ജനിച്ചവർക്ക് പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ് ഇത്. തൊഴിൽപരമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരിക, തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുക, ഇതൊക്കെ ഇവരുടെ പൊതുവായി കണ്ടുവരുന്ന ഈ മാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിലനിന്നിരുന്ന അലസത വിട്ടൊഴിയും, മാനസികമായി സംഘർഷം കുറയും, സുഹൃത്തുക്കളുമായി കൂടുതൽ ഇടപഴകുന്നതിനുള്ള അവസരം ലഭിക്കും. ഇവർ ഗുണവർദ്ധനവിനും ദോഷശാന്തിക്കുമായി ധർമ്മശാസ്താവിനെയാണ് ഭജിക്കേണ്ടത്. ധർമ്മശാസ്താവിൻ്റെ അഷ്ടോത്തരം നിത്യേന ജപിക്കുന്നത് ഗുണകരമാണ്. പിന്നെ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തി എള്ളുകിഴി കത്തിക്കുക, അപ്രകാരമുള്ള പരിഹാരങ്ങളും ഇവർക്ക് ഉത്തമമായിരിക്കും.